ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് നമ്മളൊരു തോരൻ വെച്ചത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, പിള്ളേരുടെ പുസ്തകങ്ങൾ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ആസാമീസ് ലാംഗ്വേജിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അത് കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. എല്ലാവർക്കും ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, ആസാമീസ് എങ്ങനെയാണ് എഴുതുക അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് കേട്ടോ നമുക്ക് ഇനി പൊതിയാനുള്ളത്. കുറച്ചെണ്ണം ഞാൻ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ മാറ്റി വെച്ചത്. ബാക്കി ഇനിയും ഉണ്ട് പുസ്തകങ്ങൾ പൊതിയാനായിട്ട്, കുറച്ച് പെയിൻറ്റിങ്ങിലും ഉണ്ട്. അപ്പോൾ അത് പൊതിഞ്ഞ പുസ്തകങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതിയാനുള്ളത് സെൻറ്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആസാമീസിൻ്റെ ബുക്ക്. ആദിത്യ പാത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, ബിക്കോസ് അതിൻ്റെ ലിസ്റ്റ് തന്നപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചാണ് ഞാനിതിപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ അക്ഷരങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും വല്ല പിടുത്തമുണ്ടോ? എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അതിൻ്റെ ABCD പോലും അറിയില്ല. നമ്മൾ വിചാരിക്കും എല്ലാ അക്ഷരമാലയിലും അക്ഷരങ്ങൾ വേറെയാണെങ്കിലും സൗണ്ടുകളും ഒരുപോലെ ആയിരിക്കുമല്ലോ, ഈ തന്നെ ആയിരിക്കില്ലേ എന്ന് വിചാരിക്കും. അല്ല, ഇതിൽ ഫസ്റ്റ് അക്ഷരം വരുന്നത് ഗൊറുസോയി, ഡിറിസോയി അങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളാണ് കേട്ടോ ഇതിന് വരുന്നത്. പക്ഷേ പറയുമ്പോൾ വേറെ ആയിട്ട് പറയും, അതെന്താ ഒന്നും ഒരു പിടുത്തമില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ എന്താ വായിക്കാമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ എഴുതി പഠിക്കാനുള്ള കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളാണ് കേട്ടോ ഇതിൽ. കാക്ക ഗംഗ പറയുന്ന പോലത്തെ ആസാമീസ് വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിക്ചേഴ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യാതൊരു പിടുത്തമില്ല, ഇത് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണതെന്ന്. ചിലതൊക്കെ ഹിന്ദിയോട് സാമ്യമുള്ള വാക്കുകൾ പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ ആ വാക്കേ അല്ല കേട്ടോ, ആ വാക്കേ അല്ല. പിന്നെ പശുവിനെ എനിക്കറിയാം കേട്ടോ, പശുവിനെ എനിക്കറിയാം, ഗൊരു എന്നാണ് പറയുക. അപ്പോൾ ആ അക്ഷരം ഗൊറു എന്നാണ് തോന്നുന്നു. പിന്നെ മൈനേനെയൊക്കെ എന്താ പറയാമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഈ ആടിനെ എനിക്കറിയാം കേട്ടോ, ആടിനെ ശഗോലി എന്നാണ് പറയുക. കാരണം ചില വാക്കുകളൊക്കെ ഞാൻ ആസാമീസിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കി ഒന്നും എനിക്കറിയില്ല. കണ്ടിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ഞാൻ നടുവഴിയിൽ പെരുവഴിയിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയത്തില്ല. ടീച്ചർമാർ വല്ലതും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് ആ ലാംഗ്വേജ് ഒന്ന് കയ്യിൽ കിട്ടും. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ പഠിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് നഷ്ടമല്ല. അത് എഴുതാനും വായിക്കാനും അറിയണത് നമുക്ക് കൂടുതൽ നല്ല ഇതാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഇതൊക്കെ മനസ്സിലാവട്ടെ, പഠിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുവാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഇത് ഫ്രൂട്ട്സൊക്കെയാണ്. ഫൽ എന്നൊക്കെയായിരിക്കും. ഫ്രൂട്ട്സിനെ ഫല്ലാണോ പറയുക, അത് ഹിന്ദിയിലാണോ പറയുക, ആസാമീസിൽ എന്തോന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ആസാമീസിൽ ഇപ്പോൾ ആടിനെ നമ്മൾ ഹിന്ദിയിൽ ബക്കരി എന്നാണ് പറയുക, പക്ഷേ ആസാമീസിൽ ശഗോലി എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, രണ്ടും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മീനിനെ എനിക്ക് അറിയാം കേട്ടോ, മാസ് എന്നാണ് പറയുക, മീനിനെ മാസ് എന്നാണ് പറയുക. അതുകൊണ്ട് അതും എനിക്ക് മനസ്സിലായി. അതൊരു അതിൻ്റെ ലെറ്ററും ഒരു ഹിന്ദിത്തെ മാ പോലെ ഇരിക്കുന്നുണ്ട്. ബാക്കിയൊന്നും എനിക്കൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ ചിലതൊക്കെ ഞാൻ ചില സമയത്ത് ഇത് കൂരി എന്നാണ് തോന്നുന്നു കേട്ടോ, വയസ്സായ പ്രായമുള്ള ആൾക്കാരെ കൂരി എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു അടിയിലൊരു കെട്ട് പുള്ളി പോലെ ഇട്ടിരിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അതൊക്കെ ഊഹം മാത്രം. ഇതൊക്കെ ഇനി ഞാൻ വല്ല യൂട്യൂബിനകത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് തപ്പിപ്പിടിച്ച് വേണം പറഞ്ഞു കൊടുക്കണമെങ്കിൽ. മൂത്ത മോനെയും അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, പക്ഷേ എനിക്ക് അതൊന്നും ഓർമ്മയില്ല. പിന്നെ പിന്നെ ആസാം എന്നാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായി കേട്ടോ. കാരണം ആസാമിൻ്റെ ഭൂപടമാണല്ലോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ഊഹിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് ഇത് വായിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നമുക്ക് പണ്ടേ കുറച്ച് ബുദ്ധി കൂടുതലായത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, അപ്പോൾ ചെവിക്ക് ഖാൻ എന്നായിരിക്കും പറയുക. അതിൻ്റെ ഒരു ലെറ്റർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, ഖാൻ. അതുപോലെ ഇതിനെന്താണ്, ഇതിലൊരു ഹിന്ദീൻ്റെ ഒരു അക്ഷരം പോലെയാണ് ഷാ, പിന്നെ എന്തൊക്കെയോ ഷാ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതങ്ങനെയൊന്നും ആയിരിക്കില്ല. ഛത്തരി എന്നാണ് ഹിന്ദിയിൽ കൊടനെ പറയുക. ഇത് വേറെ എന്തോ ആണ് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടില്ലേ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും പിന്നെ കാ കീ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വള്ളി വെച്ച് വായിക്കാൻ കാ കീ പറഞ്ഞ പോലെയൊക്കെ എഴുതാൻ പഠിപ്പിക്കുക. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് തോന്നുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതൊന്നും അറിയാത്ത കൊണ്ട് ഞാൻ ഇവരെ വേഗം ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാളം പറഞ്ഞു കൊടുക്കട്ടെ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് വരും പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ വിചാരിക്കും അറിയാവുന്ന എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരെ എന്നുള്ള ധാരണയിൽ ഇവർക്ക് മലയാളം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ മലയാളം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇവരെ കൊണ്ട് എഴുതിപ്പിച്ച്
പഠിപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം അവൻ ഓർമ്മയോടെ ഓർത്തെടുത്ത് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അത് വല്ലപ്പോഴോ ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും മറക്കും. കാരണം അവർ ഇവിടുത്തെ ഇതുമായിട്ട് അങ്ങ് കണക്റ്റായി പോകുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മലയാളം എപ്പോഴും അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കും എന്നല്ലാണ്ട് ഇനിയിപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ സ്വരാക്ഷരങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് ഇനിയിപ്പോൾ അപ്പോൾ അവർ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. തന്നെ വല്ലപ്പോഴും ഒക്കെയേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അതിൽ ഒന്നും ഇല്ല, എന്നാലും അവൻ്റെ ഓർമ്മ പോലെ എഴുതുന്നുണ്ട്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ കിട്ടുന്നുണ്ട്. അവസാനത്തെ ആയൊക്കെ എന്തൊക്കെയോ ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റാണെങ്കിലും ഓക്കെ. ഇതിൽ കുറേയൊക്കെ ശരിയാണ് കേട്ടോ, കുറേയൊക്കെ ശരിയാണ്. ഇതൊക്കെ എന്താണ് ആയാണിത്, ഇതൊക്കെ ആയാണ് എഴുതേണ്ടത്, ഇതൊക്കെ തെറ്റാണ്. പിന്നെ ഇവിടെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് കണ്ടുപിടിച്ച് മനസ്സിലായോ? കുറേശ്ശൊക്കെ ശരിയാക്കുന്നത് ഈ എഴുതി ഇങ്ങനെ ഇടണം, അങ്ങനെ ആ സ്റ്റൈലിൽ എഴുതി അക്ഷരത്തെറ്റ് വരും. ഇതെനിക്കറിയില്ല, അതൊക്കെ ഓ ഓ എനിക്ക് ഇത്ര അറിയുള്ളൂ. ഗുഡ്, എല്ലാം പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. അവൻ പറഞ്ഞതിലൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 1 2 3 ഇത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. 3 വായിക്കാറില്ല, പക്ഷെ എനിക്ക് ഇവിടെ വരെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. പുസ്തകം ചട്ടിയിടാൻ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുസ്തകം അട്ടിയിടാൻ വേണ്ടിയിട്ട് ആ അട്ട അളവിന് കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ രണ്ടുപേരും അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യാനേരമായി കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.